ഫേഷ്യലിന് 4000 രൂപയാ? പതുക്കെ പറ. നീ ഇതാ ചെയ്യാൻ പോണ്? ഇവിടെ ഇത്രയ്ക്കൊക്കെ ആവും. ഒക്കെ ക്വാളിറ്റി പ്രൊഡക്ട്സാ, ചാത്തനല്ല. പക്ഷെ നമ്മളുടെ ഫേഷ്യൽ ചെയ്യാനല്ല വന്നേക്കണേ. പിന്നെ എന്ത് താങ്ക്യാ വന്നേ? വില വിവര പട്ടിക നോക്കാൻ വേണ്ടി വന്നതാ? ഞാൻ നല്ലൊരു ഹെയർ കട്ട് ചെയ്യാൻ വന്നതാ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഗുഡ് ഗേൾ. 1300 രൂപ. ഇതൊക്കെ പറ. നീ ഇവിടെ വന്നാ നമുക്ക് പോവാം. പിടിക്കും. എന്റെ മുടി വെട്ടിയിട്ടേ ഒരു കാശ് പോലും ആയില്ല, അതറിയോ? എന്തേ? എന്റെ മുടി ഞാനാ വെട്ടിയ. ബെസ്റ്റ്. എന്ത് ബെസ്റ്റ്? ഓഫീസിലെല്ലാവരും എന്റെ പിന്നാലെ അടക്കിയത് എവിടെന്നാ വെട്ടി, ആരാ വെട്ടിയാ ചോദിച്ചിട്ട്. ഇത്രക്കൊക്കെ വേണോ എന്റെ ലക്കി? അതാ ചോദിച്ചേ, ഇത്രക്കൊക്കെ വേണം? നമുക്ക് വീട്ടിൽ പോവാം. 1300. ഞാൻ ഇന്ന് ഹെയർ കട്ട് ചെയ്തിട്ടേ വരുന്നുള്ളൂ. മാഡം ഒന്ന് വരൂ. 1300 രൂപയ്ക്ക് എന്താ ചെയ്യാൻ പോണെന്ന് നോക്കട്ടെ. എന്ത് വേണം? ഷേവ് ചെയ്യണമായിരുന്നു. ചെയ്തരൂ. എന്റെ ഫ്രണ്ടാ, ഒന്നും വിചാരിക്കരുത്. ഹെയർ കട്ട് ആണല്ലേ? എങ്ങനെ വേണം? എന്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിക്കേ. ഓക്കെ. ഇതാ ഇതുപോലെ. ഓ നൈസ്. അയ്യേ, ഇതാ നീയാ? എന്ത്? നല്ല കോലുണ്ട് കാണാൻ. എനിക്ക് ചേരൂ ഇത്. എന്റെ മീനു, നിനക്കിത് ചേരില്ല. പൊട്ട ഐഡിയ അത്. അതെങ്ങനെയാ? എന്റെ മുഖത്തിന്റെ അതേ ഷേപ്പാണല്ലോ സാനിയുടെ. എനിക്ക് നന്നായിട്ട് ചേരും, പെർഫെക്റ്റ് ആയിരിക്കും. ഉണ്ടേ ഉണ്ടേ ഒന്നല്ല, ഞാനിപ്പോ നല്ലോണം തടി ഓർന്നിട്ടുണ്ട്. എന്റെ മീനു, നിനക്കിത് പറഞ്ഞാ മനസ്സിലാവാത്തെ. ഇങ്ങോട്ട് എഴുന്നേറ്റേ. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ അവളുടെ മുടി വൃത്തികേടായി കഴിഞ്ഞാ. നിങ്ങളൊന്ന് പോയേ. അവിടെ പോയിരിക്കെ. ഞാനൊന്ന് സമാധാനം ചെയ്യട്ടെ. ചെല്ല്, ഗുഡ് ഗേൾ അല്ലേ? എന്റെ മീനു, എനിക്ക് ചെല്ല് പ്ലീസ്. ആദ്യം നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ശരി. ഈ രണ്ട് മെഴുതിരികൾക്ക് 2 ഉയരാണ്. എന്താണ് അതിന്റെ അർത്ഥം? അടുക്കളയിൽ മെഴുതിരി തീർന്നു അർത്ഥം, വേറൊന്നുമില്ല. സർ, വാട്ടർ? യെസ് വാട്ടർ. യെസ് പ്ലീസ്. യെസ് പ്ലീസ് വാട്ടർ. താങ്ക്സ് പറ. ഇവനോട് താങ്ക്സ് പറയാനായിട്ടില്ല. ആദ്യം ഇവന്റെ മൊത്തത്തിൽ ഈ പരിപാടി വിജയിക്കുമോ നോക്കട്ടെ, എന്നിട്ട് പറയാം ഇവനോട് താങ്ക്സ്. അതല്ല, വെള്ളം ഒഴിച്ചു തന്നതിന് വെയിറ്ററോട് താങ്ക്സ് പറയാം. വെള്ളത്തിനും കൂടി നമ്മൾ കാശ് കൊടുക്കുന്നില്ല, പിന്നെ എന്തിനു വെയിറ്ററോട് താങ്ക്സ് പറയുന്നു? സമാനപ്പെടും. നീ ഒരു മാന്യനാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ വിശ്വസിപ്പിക്കാൻ നോക്കണം, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ. മനസ്സിലായോ? താങ്ക്സ്. ഓക്കെ, ബാക്കി പറ. ഇങ്ങനെ വേണം ഇവനോട് പറഞ്ഞു കൊടുക്കാൻ. DIG ശ്രദ്ധിച്ച് കേൾക്കണം. നീ പറ മുത്തേ. ഓൾറെഡി ടേബിളിൽ മെനു ഇരിപ്പുണ്ടാവും. അതെടുത്ത് മറ്റേ പത്രം വായിക്കുന്ന ഒരു ഒച്ചയിലൊന്നും വായിക്കരുതട്ടാ. സമയം എടുത്ത് മെനു വായിച്ചാൽ മതി. അതിനിടയിൽ ഇടയ്ക്ക് ഒന്ന് തലയൊക്കെ ഒന്ന് പൊക്കി ചുറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് നൈസ് ആംബിയൻസ് റൈറ്റ് എന്ന് പറയണം. ഓക്കെ. എന്ത് പറയും? റൈറ്റ് ആംബിയൻസ് കൊള്ളാന്ന് പറയും. എടാ, റൈറ്റ് ആംബിയൻസ് എന്നല്ല, നീ അവളോട് ചോദിക്കാം ഇവിടെ നല്ല അന്തരീക്ഷമാണല്ലേ എന്ന്. അല്ലേ എന്ന റൈറ്റ്. അത് പറഞ്ഞേ. നീ എന്തിനാണ് പിന്നെ ഇംഗ്ലീഷ് സിനിമ കാണുന്നത്? റൈറ്റ്. ബാക്കി പറ. ആദ്യം സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്യണം. അത് മെയിൻ ഫുഡിന് മുമ്പ് കുറിക്കാനുള്ള ഐറ്റംസ്. അത് ഞാൻ പറയും. എന്ത് ഓർഡർ ചെയ്യുമ്പോഴും അവൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കണം. പിന്നെ ഞാൻ ചോദിക്കും. എന്നിട്ട് ഞാനും എന്തെങ്കിലും പറയും. എന്ത് പറയും? ഞാൻ പൊറോട്ടയും ബീഫ് പറയും. അപ്പൊ ശരി. എടാ, പൊറോട്ടയും ബീഫും നിനക്ക് ഇഷ്ടമല്ല, ഞാൻ പറയുന്നില്ല. എന്താണ് പറയേണ്ടത്? എടാ, എനിക്കൊന്നും അറിയാഞ്ഞിട്ടല്ലടാ. അപ്പൊ ഇങ്ങനത്തെ ഒരു സീൻ നിന്റെ സിനിമയിലൊന്നാ നീ ഇതെങ്ങനെ എഴുതും? അതൊരു ചോദ്യമാണ്. ഇതുപോലെ ചോദ്യചിഹ്നം പോലെ അവളുടെ മുമ്പ് പോയി ഇരിക്കരുത്. നീ ഒരു പണിയായി, അവൾ എന്ത് ഓർഡർ ചെയ്യുന്നോ അത് തന്നെ സെയിം നീ ഓർഡർ ചെയ്താൽ മതി. നമ്മളെന്തായാലും ഭക്ഷണം കഴിക്കാനല്ലോ അവിടെ പോകുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കാനല്ലേ പോകുന്നത്? അപ്പോ ദീപു എങ്ങനെ വരണേ? ഞാനൊരു ഊബർ വിളിച്ച് വരാനുള്ള പരിപാടിയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഒരു 6 മണിയാകുമ്പോൾ റെഡിയായി നിന്നു. ഓക്കെ. അപ്പൊ ശരി. ഓക്കെ. എടാ, അവള് പറഞ്ഞ് പിക്ക് ചെയ്യാൻ വരാം. അതാണ് അവൾക്ക് വിവരമുണ്ട്.
മുടി വെട്ടി എങ്ങനെ ഉണ്ടാവും കാണണം. നോക്കട്ടെ. ഞാൻ എഡിറ്റ് ചെയ്തതാ. കൊള്ളാലോ, ഇറ്റ്സ് നൈസ്. നൈസാ. ഈ ഈർക്കിലില്ലേ ഈർക്കിലി, അതിന്റെ മുകളിൽ വെള്ളക്കെ കുത്തി വെച്ച പോലെ ഉണ്ട്. നിനക്ക് തലയ്ക്ക് നല്ല സുഖല്ലേ മീനു? ഓഫീസിൽ എല്ലാവരും കളിയാക്കും നിന്നെ. പിന്നെ കരഞ്ഞിട്ട് എന്റെ പുറകിൽ ഓടി വരരുത് കേട്ടാ. ഇനി ഡിസ്റ്റർബ് ചെയ്താൽ ഞാൻ സെക്യൂരിറ്റി വിളിക്കൂട്ടോ. പ്ലീസ് ഗോ. നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല പിന്നെ ഡേ മീനു, നിനക്ക് ഇന്ന് തലയ്ക്ക് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഇതൊക്കെ എനിക്ക് തലയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ഹെയർ കട്ട് ചെയ്യണം അവയ്ക്ക് വേണ്ടിയാ. അവയ്ക്ക് വേണ്ടിട്ടാ? അവയ്ക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലാ ഇഷ്ടം. മാഡം പ്ലീസ് ഒന്ന് പുറത്തു പോയേ. അല്ല അത് ഞാൻ പോയേ. അതെ, കുറച്ച് സമയം കൂടി ഉണ്ട്. നീ ഇരുന്ന് ആലോചിക്കും. മാഡം പ്ലീസ്. അവിടെ പോയിരിക്ക്. നൈസ്. ഹേയ്, ഇത് കൊള്ളാലോ. ഇത് ആരാ എഡിറ്റ് ചെയ്തേ? കൊള്ളാന്നാ? നിനക്ക് വേറെ ഒരു ഹെയർ സ്റ്റൈലും കിട്ടിയില്ലേ? എനിക്കോ? നീയല്ല അവളെ ഈ കോലത്തിലാക്കിയത്. ഞാൻ ഫോട്ടോയിലല്ല ആക്കിയുള്ളൂ. നീയല്ലേ പറഞ്ഞ അവളോട് മുടി മുറിക്കാൻ? ദേട്ട് അവള് പാർലറിൽ കയറി ഇരിക്കുന്നുണ്ട്. മുടി മുറിക്കാനാ? നീ മുടി മുറിക്കാൻ പറഞ്ഞില്ലേ അവളോട്? ഞാൻ അവളോട് മുടി ഒതുക്കി വെക്കാനാ പറഞ്ഞത്. അവള് ലെവൽ ചെയ്യാൻ പോയേക്കണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ കാരണം മുടി മുറിച്ചിട്ടുണ്ടെങ്കിൽ മേലെ വീട്ടിലേക്ക് തിരിച്ചു ചേർന്ന് പറഞ്ഞിട്ട് അവളോട്. അയ്യോ, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യ്. മീനു, നീ മുടി മുറിച്ച് അങ്ങോട്ട് ചെന്നാ അവൻ വീട്ടേക്ക് ഇട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. വേണേ കേട്ടാ. മീനു, നീ എന്ത് പോട്ടത്തിനെ കാണിക്കാൻ പോകുന്നേ? നിന്നോട് ആരെങ്കിലും മുടി വെട്ടാൻ പറഞ്ഞേ? തേങ്ങാക്കോല. നീ വീട്ടിലേക്ക് വന്നേ. നീ ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാ ഇവര് നിന്റെ മുടി മുഴുവൻ മുറിച്ചെടുക്കും. ചേച്ചി, പൊട്ടിയന്റെ ചളിങ്ങന്റെ ഒക്കെ ബില്ല് തന്നോളൂ കേട്ടോ. ബില്ലോ? അപ്പൊ മുടി വെട്ടിയാ? വെട്ടിയില്ലടാ കൊരങ്ങ, ഇത് വേറെയാ. ഇവക്ക് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്നു?